ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പോണത് ഒരു മഹാദേവ ക്ഷേത്രത്തിന്. അതൊരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ. ഒരു മലയുടെ മുകളിലുള്ള ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോണത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കേവാണ്. അതായത് വലിയൊരു പാറ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ്. അതിനോട് ചേർന്നിട്ട് ഉയർത്തിയിട്ടുള്ള ഒരു മഹാദേവ ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറണമെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ചെറിയ ചെറിയ പടികൾ കയറി പോകണം. അപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ചൊരു കിതയ്ക്കാനൊക്കെ ഒരു സാധ്യത ഉണ്ടാവും. അതുമാത്രമല്ല, വളരെ പ്രകൃതിരമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം. അതായത് ഫുൾ കാടെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഗ്രാമപ്രദേശമാണ് വെച്ചെങ്കിലും അവിടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റും കുറച്ച് കാട് പിടിച്ച ഒരു മാതിരിയാണ്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു മഹാദേവ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഈ ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ ഇതാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം. ഇത് നമ്മളെ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂരിൽ നിന്ന് ഒല്ലൂരിൽ നിന്ന് ഏകദേശം കിഴക്ക് ഭാഗമായിട്ട് വരും. തൃശ്ശൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരം ഈ ഒരു ക്ഷേത്രത്തിലേക്കേ ഉള്ളൂ. അതായത് നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽ മണലിപ്പുഴയുടെ തീരത്തായിട്ട് പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതൊരു ഗുഹാക്ഷേത്രമാണ്. മണലി പുഴയുടെ തീരത്തായിട്ടുള്ള സമീപത്തായിട്ടുള്ള 150 അടി ഉയരത്തിലുള്ള ഒരു ഗുഹയിലാണ് ഈ ശിവലിംഗം ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ട, നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് കയറി വന്നു കഴിഞ്ഞാൽ കണ്ട ഒരു പാറയുടെ മുകളിലാണ്, ഒരു കരിങ്കൽ പാറയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വിഗ്രഹമൊക്കെ ഇരിക്കുന്നത് ശിവലിംഗം ഉള്ളത് ഒരു ഗുഹയുടെ അകത്താണ്. മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ കണ്ട വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയ, വളരെ സൈലൻറ്റ്. കണ്ട അധികം ഭക്തരൊന്നും വന്നിട്ടില്ല. കാരണം ഇവിടെ അധികം ഭക്തർ വരാതാണെന്താണെന്നറിയില്ല. പക്ഷേ ഇത് ഈ ഏരിയയിൽ അത്രയധികം ജനവാസമൊക്കെ കുറഞ്ഞുള്ള ഒരു ഏരിയ എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അധികം ഭക്തരൊന്നും ഇല്ല എന്ന് മാത്രമല്ല, വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള, വളരെ മഹനീയമായിട്ടുള്ള ഒരു ക്ഷേത്രം. അതുപോലെ തന്നെ മറ്റുള്ള കേരളത്തിൽ കാണുന്ന ക്ഷേത്രങ്ങളെ പോലെ തന്നെ ഉപദേവതകളായിട്ട് ദുർഗ, ചാമുണ്ഡി, ഭദ്രകാളി, ഗണപതി, അയ്യപ്പൻ, അങ്ങനെ ഉപദേവതകൾ വേറെയും ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് തന്നെ ഉണ്ട്. മധ്യ കേരളത്തിൽ കുംഭഭരണി മഹോത്സവം എന്ന് പറയാം. അത് 18 കാവിൽ കുംഭഭരണി മഹോത്സവം നടക്കും. അതിൽ ഒരു കാവ് ഇതാണ്. ഇവിടെയും കുംഭഭരണി മഹോത്സവം വളരെ വിപുലമായിട്ട് ഭദ്രകാളി ദേവിക്ക് വേണ്ടിയിട്ട് നടക്കാറുണ്ട്. അമ്പലത്തിന് ചുറ്റും പാറകളാണ്. ഈ പാറയുടെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേമാതിരി പടികളൊക്കെ കയറി അപ്പോഴും വലിയ വലിയ പാറകൾ കാണാം. ഈ പാറയിലാണ് ഈ ഓരോ പ്രതിഷ്ഠകളും ഉപദേവകളൊക്കെ കാണാൻ പറ്റും. അതേമാതിരി നാഗക്ഷേത്രം, അതായത് നാഗദേവങ്ങളുടെയൊക്കെ ഒരു നാഗക്കാവൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അതൊരു ഒന്നൊന്നര കാഴ്ച തന്നെയാണ്. കണ്ട ചുറ്റും പച്ച പുതച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 150 അടി ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച ചുറ്റും കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ഉപദേവതകളുടെ ഒരു ചെറിയൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. കണ്ട എന്താ നിൽക്കുന്നത്, മാതൃശാല സപ്ത മാതൃകകൾ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് നമ്മൾ ക്യാമറ ആയിട്ട് പോകുന്നില്ല. അങ്ങനെ ക്യാമറ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും പൊതുവെ ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലും ഒന്നും വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ജസ്റ്റ് അകലെന്നൊന്ന് കാണിച്ചെന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ നല്ല കരിങ്കൽ പാറ തന്നെയാണ് കേട്ടോ. ആ പാറയുടെ ചുറ്റും വലിയ വൃക്ഷങ്ങളും മരങ്ങളും വള്ളികളൊക്കെ വളർന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ദൃശ്യം ഞാനൊരു ലോങ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണ്ട. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ച ഉണ്ടല്ലോ, ആ ഒരു ഭംഗി, അത് നമ്മൾ ഇവിടെ വന്ന് കണ്ടാൽ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യഭംഗി തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സർപ്പക്കാവ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് സർപ്പക്കാവാണ്. പക്ഷേ സർപ്പക്കാവ് പൊതുവേ നമ്മൾ കാവ് രൂപത്തിലാണ് കാണുവെച്ചെങ്കിൽ പോലും ഇവിടുത്തെ സർപ്പക്കാവ് വേറൊരു രീതിയിലാണ് ഉള്ളത്. അത് ഞാൻ ഒന്നുകൂടിയും വ്യക്തമായിട്ട് കാണിക്കണ്ട. സർപ്പക്കാവ് ഒരു ക്ഷേത്രത്തിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഇവിടെയും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കണ്ട അതിനൊരു മേൽക്കൂരിയും കാര്യങ്ങളൊക്കെ. പൊതുവെ സർപ്പക്കാവിന് മേൽക്കൂരിയൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ മേൽക്കൂരിയൊക്കെ ഉള്ള ഒരു സർപ്പക്കാവാണ്. അതേമാതിരി തന്നെ വലിയൊരു ആൽമരം ഉണ്ട് കേട്ടോ. അതും വളരെ മനോഹരമായിട്ടുള്ള ഒരു ആൽമരം തന്നെയാണ്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം എന്ന് പറഞ്ഞത് അവിടെയാണ്. അതുമാതിരി തന്നെ ഇതിൻ്റെ താഴ്ത്തിക്കുള്ളൊരു വഴി ഞാൻ കാണിച്ചു തരാം. കണ്ടാ ഇത് ഇപ്പോഴാണ് ശരിക്കും നമ്മളിതിൻ്റെ ഹൈറ്റ്, നമ്മളതിൻ്റെ എത്ര മാത്രം ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളതെന്ന് തന്നെ ഈ മലയുടെ ഈ ഒരു പടി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണമെന്നുള്ളത്. പക്ഷേ ഈ പടി കയറിയിട്ട് ആരും വരുന്നത് കാണാനില്ല കേട്ടോ. കാരണം ഈ പടി കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത്രയും ഹൈറ്റിലേക്ക് ഇങ്ങോട്ട് കയറി വരിക എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ഈസി.
മാത്രമല്ല ഇതിൻ്റെ ഈ രണ്ട് സൈഡും കണ്ട ആകെ കാടുമാരി ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആൾക്കാർ പേടി ഉണ്ടാവും, വല്ല പാമ്പാ അങ്ങനെയുള്ള സാധനങ്ങളോ മൃഗങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയും ഉണ്ടാവും. അങ്ങനെ കയറി വന്നു കഴിഞ്ഞാലാണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ശരിക്ക് എത്താൻ പറ്റുക. ശരിക്കും നമ്മൾ വന്നത് ബാക്കിൽ കൂടിയാണ് വെച്ചെങ്കിൽ ശരിയായിട്ടുള്ള വഴി ഈ കാണുന്ന പടികൾ കയറിയിട്ട് വന്നാലാണ് ശരിക്കും ഈ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൽ എത്തുള്ളൂ. അങ്ങനെ അതാണ് അതിൻ്റെ ഫ്രണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലെത്താനുള്ള ശരിയായിട്ടുള്ള വഴി ഇതാണ്. ഞങ്ങൾ വേറെ 1-2 ക്ഷേത്രങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഏകദേശം ഒരു 4 മണി ആയിട്ടുള്ളൂ ഇപ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ അധികം ഭക്തരെയൊന്നും കാണുന്നില്ല, ഭക്തരും മറ്റുള്ള ആൾക്കാരൊന്നും എത്തി കാണുന്നില്ല. കാരണം അതിന് സമയമാവുള്ളൂ, ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴാണ് പൊതുവെ ഭക്തരൊക്കെ ക്ഷേത്രത്തിൽ എത്തുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വളരെ ക്വയറ്റാണ്, വളരെ ആൾക്കാരൊന്നുമില്ല, വളരെ രസകരമായിട്ടും വളരെ കാമൻ്റെ ക്വയറ്റായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് വലിയ തിരക്കില്ലാത്തതിൻ്റെ പേരിൽ കൂടി ആയിരിക്കണം. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രം വലം വെച്ചിട്ട് മറ്റൊരു സൈഡിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ താഴത്തേക്ക് നോക്കുമ്പോൾ കണ്ട ഇവിടെ വളരെ തിക്കായിട്ടാണ് ചെടികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തിക്ക് ഫോറസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ നമ്മളെ നാട്ടിൽ പന്നി, മുള്ളം പന്നിയൊക്കെ ഇപ്പോൾ നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ നാട്ടിൻ പ്രദേശത്ത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ജീവികളും നില ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഏകദേശം മറ്റൊരു സൈഡിൽ വന്ന് ഇവിടെയാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ശ്രീകോവിലിന് മുന്നിലെത്തിയേക്കാണ്. അപ്പം ഞങ്ങൾ ശ്രീകോവിലിൽ കയറി തൊഴാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.